നമസ്കാരം, ഞാൻ സന്തോഷ് ഫിലിപ്പ് നന്ദിയാട്ട്. എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. മണിപ്പുഴ മൂലടം ബൈപ്പാസിൻ്റെ സൈഡിലുള്ള നഴ്സറിയിലാണ് ഞാൻ നിൽക്കുന്നത്. നീലയമരി ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഞാനിവിടെ വന്നതാണ്. ഇവിടെ നീലയമരി ഉണ്ട്, നീലയമരിയുടെ തൈയുണ്ട്. ഏത് സൈസിലും പല വെറൈറ്റിയിലുമുള്ള ചെടികൾ, അതോടൊപ്പം തെങ്ങിൻ തൈ എല്ലാം ഇവിടെ അവൈലബിളാണ്. അപ്പോൾ ആ ചെടികളെ എങ്ങനെ വളർത്തുന്നതെന്നും എങ്ങനെ അതിനെ പരിപാലിക്കുന്നതെന്നും ഒക്കെയും ആൻറ്റി നമ്മളോട് പറയുന്നതാണ്. വർഷങ്ങളായിട്ട് വിദേശത്തായിരുന്നല്ലോ. സന്തോഷാണ്. സത്യം പറഞ്ഞാൽ ഇത് ഈ കോവിഡിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ഇവിടെ കാണുന്ന ഈ ആർജെ നഴ്സറി എന്ന് പറയുന്നത്. സത്യത്തിൽ ഞങ്ങൾ വിദേശത്ത്, ഞാൻ വിദ്യാഭ്യാസ മേഖലയിൽ ഏതാണ്ട് 32 വർഷം ജോലി ചെയ്തൊരു വ്യക്തിയാണ്. അതുപോലെ എൻ്റെ ഹസ്ബൻഡും ഒരു എൻജിനീയറിംഗ് ഫീൽഡിലായിരുന്നു. അവിടെ 40 വർഷത്തോളം സൗദി അറേബ്യയിൽ. ഞങ്ങൾ ചില ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായതിൻ്റെ പേരിൽ നാട്ടിൽ ഫോർ ഗുഡായിട്ട് നിർത്തി പോരേണ്ടതായിട്ട് വന്നു. അങ്ങനെ വന്നു. പുള്ളിക്കൊരു കിഡ്നി ട്രാൻസ്പ്ലാന്റ്, ഞാൻ ഡോണറും അങ്ങനെ ട്രാൻസ്പ്ലാന്റും ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴാണ് ഈ കോവിഡിൻ്റെ വരവ്. മക്കൾ 3 പേരും, അവർ 3 പേരും 3 രാജ്യങ്ങളിലാണ്. അവരെപ്പോഴും വന്നുകൊണ്ടിരുന്നു. പക്ഷേ കോവിഡ് തുടങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും പിള്ളേർ വരാതായി. അപ്പോൾ ഈ ഒരു മൊണോട്ടണസ് ലൈഫിൽ ഒരു ബോറിങ് തുടങ്ങി. എനിക്ക് പിന്നെ ചെടിയോട് ഭയങ്കര പാഷനുള്ള ഒരാളാണ്. വീട്ടിൽ ഗാർഡനിങ് ഉണ്ടായിരുന്നു, പക്ഷേ അവിടെ വളരെ പരിമിതമായ സ്ഥലമേ ഉള്ളൂ. ഞങ്ങൾ ഇല്ലിക്കൽ താമസിക്കുന്നിടത്ത് 14 സെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെടികളെല്ലാം നിറഞ്ഞപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ചിട്ട ഒരു പ്രോപ്പർട്ടി ആയിരുന്നു ഇത്. ചുമ്മാ ഇങ്ങനെ അബാൻഡൻ ലാൻഡ് പോലെ കിടന്ന ഒരു സ്ഥലമാണ്, കാട് പിടിച്ച്. അപ്പം വെറുതെ ഇരുന്നപ്പോഴോർത്ത് ഇതൊന്ന് വെട്ടിത്തെളിച്ച് വൃത്തിയാക്കിയിട്ട് ബൗണ്ടറിയൊക്കെ ഇട്ട് വെച്ചാൽ മക്കളൊക്കെ വരുമ്പോഴേ അവർക്കിങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് അറിയാമല്ലോ എന്നോർത്ത് തുടങ്ങിയതാണ്. പക്ഷെ നമുക്ക് വലിയൊരു ഇൻസ്പിറേഷൻ കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതിലവിടെ നടപ്പുകാരൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പണിക്കാരുടെ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരൊക്കെ ചോദിക്കും, ഇവിടെ എന്തോ വീട് പണിയുന്നുണ്ടോ, ഹോട്ടലാണോ, എന്താ? അപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ, എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങിയാലോ എന്നൊരു ഐഡിയ മനസ്സിൽ കയറിയപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ ഗാർഡനിങ് തന്നെ ആയിക്കോട്ടെ എന്നും കണ്ട് സത്യത്തിൽ വീട്ടിലെ കുറച്ച് ചെടികളുമായിട്ടാണ് ആരംഭിച്ചത്. ഇപ്പം ഏതാണ്ട് 5-6 മാസത്തോളം ആകുന്നു. പിന്നെ പോയി മണ്ണൂത്തിൽ നിന്ന് 2-3 ലോഡൊക്കെ എടുത്തു. ആരംഭിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഭയങ്കര ക്രേസായി. ഇത് എത്രയും പെട്ടെന്ന് ഇത് നല്ലതാക്കണമെന്നുള്ള ആ ഒരു. ഇവിടെ ഏതെല്ലാം വെറൈറ്റികൾ ചെടികളുണ്ട്? ഇവിടെ ഇപ്പം നമുക്ക് ഓർണമെൻ്റൽ പ്ലാന്റ്സിൻ്റെ ഇൻഡോർ ഔട്ട്ഡോർ മാക്സിമം കളക്ഷനുള്ള എൻ്റെ ഒരു ഹോബി എന്ന് പറഞ്ഞാൽ വെറൈറ്റി പ്ലാന്റ്സ് വേണം. അപ്പം പേര് പറയാൻ പോയാൽ ഒരുപാടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് ധാരാളമായിട്ടുണ്ട്. അതുപോലെ ഔട്ട്ഡോർ ഇപ്പോൾ ഈ മഴയൊക്കെ ആയതിൻ്റെ പേരിലാണ് പൂക്കൾ ഒന്നും അധികം കാണാത്തത്. എന്നാൽ പിന്നെ പാം വെറൈറ്റീസ് ഉണ്ട്, മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ എന്ത് ചോദിച്ച് വന്നാലും ഇവിടെ കിട്ടണം. കിഴുകാനെല്ലി മുതൽ നമ്മുടെ നറുനണ്ടി മുതൽ കയ്യോന്നി മുതൽ അങ്ങനെ മെഡിസിനൽ പ്ലാന്റ്സ് വരെ ഞാൻ ഓരോ ബാഗിൽ വെച്ചിട്ടുണ്ട്. വന്ന് ചോദിച്ചാൽ ഇതാണെന്ന്. അത് ആൾക്കാരുടെ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ടൈം പാസിന് വേണ്ടി തുടങ്ങിയ ഒരു പരിപാടി എനിക്കിപ്പം ടൈം ഇല്ലാത്തൊരവസ്ഥയായി. പിന്നെ എനിക്ക് വേറെ മറ്റ് എക്സസൈസ് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല. ഇതിനകത്ത് വന്ന് ഇങ്ങനെ അതും ഇതൊക്കെ ചെയ്ത് നല്ല ശരിക്കും എൻ്റർടൈനിങ് ആയിട്ട് മാറി. ഇത് വലിയ ലാഭേച്ഛയോടെ കൊടുത്തതല്ല, നമ്മുടെ ഒരിക്കലും അല്ല. കാരണം ഞങ്ങൾ ഇത്രയും വർഷം ഗൾഫിലൊക്കെ ജോലി ചെയ്തു. പിന്നെ മക്കളും അവർ 3 പേരുടെയും കല്യാണം കഴിഞ്ഞു. അവർ വെൽ ഓഫ് സെറ്റിൽഡാ എല്ലാവരും. പിന്നെ അത് ലാഭേച്ഛയല്ല, പക്ഷെ നമുക്ക് നല്ല ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഒരിക്കൽ നമ്മളൊരു പരിപാടി തുടങ്ങിയാൽ അത് 100% ആയില്ലെങ്കിലും ഒരു 50% നമ്മുടെ സാറ്റിസ്ഫാക്ഷനോടുകൂടി ചെയ്യാനായിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആവുന്നുണ്ട്. അടുത്ത വീഡിയോയിൽ ഓരോ ചെടികൾ എടുത്തിട്ട് അത് എങ്ങനെയാണ് അതിനെ പരിപാലിക്കേണ്ടതും അതിൻ്റെ വളങ്ങളെ കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, അടുത്ത വീഡിയോയിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഇന്ന് താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.
എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ എൻ്റെ അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.